പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവിൻ്റെ മക്കളെ, ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ബഥേൽ മാതാവിൻ്റെ മധ്യസ്ഥം വഴി രക്ഷകനായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് 13-ാം തീയതി നടക്കാൻ പോകുന്ന താമസമുള്ള ധ്യാനത്തെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ മാതാവിൻ്റെ ഗ്രോട്ടോടെ വർക്ക് നല്ലൊരു നടക്കാൻ പെയിൻറ്റിങ് ആണ് ചെയ്യുന്ന മക്കൾ, ചെയ്യുന്ന പണിക്കാരനെയും അവരെല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് വീടില്ലെങ്കിൽ വീടിൻ്റെ പണി നടക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലൊരു വീട് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതിനിടയിൽ കടഭാരങ്ങളും വേദനകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ നാമത്തിൽ കടബാധ്യത മാറട്ടെ. വീടില്ലാത്തവർക്ക് വീട് കൊടുത്ത് അനുഗ്രഹിക്കണേ കർത്താവേ. സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ കർത്താവേ. കർത്താവിൻ്റെ മക്കളെ, 13-ാം തീയതി കുറച്ച് മക്കൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. തടസ്സമില്ലാണ്ട് അവരവിടെ എത്തുവാനും ആ മണ്ണിലേക്ക് കാലുകുത്തുമ്പോൾ തന്നെ അവർക്ക് പൈശാചിക ബന്ധങ്ങളിൽ നിന്ന് മോചനവും അത്ഭുത രോഗസൗഖ്യം കർത്താവ് കൊടുക്കാൻ വേണ്ടി മക്കളെ നമ്മൾ പ്രാർത്ഥിച്ചാൽ എന്താണ് അവിടെ ഗുണമുണ്ടാവുക? നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ എന്താണ് നിങ്ങൾക്കുള്ള മാറ്റം സംഭവിക്കുന്നത്? ഹല്ലേലൂയ. മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ നിങ്ങൾ ദൈവമായിട്ട്, നമ്മളെല്ലാവരും ദൈവമായിട്ട് കൂടുതൽ ഒന്നും കൂടി ദൈവമായിട്ട് അടുക്കുകയാണ്. ദൈവത്തിന് ഭയങ്കര സന്തോഷമായിരിക്കും, ഇഷ്ടമായിരിക്കും നമ്മളോട്. കുറേ കൂടി വരദാനം നമുക്ക് കിട്ടും. ഞാൻ കണ്ടിട്ടുണ്ട്, വരദാനം കൂടുതൽ കിട്ടുന്നത് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവർ. അതായത് ഒരു മകൻ ഒരു മക്കൾക്ക് വേറൊരു വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തികൾക്ക് 2-3 കാര്യങ്ങൾ വേണം. 1 എളിമ വേണം, 2 കൃപ വേണം, 3 പരിശുദ്ധാത്മാവിനെ വേണം, 4 വരങ്ങൾ വേണം, 5 തന്നെ താഴ്ത്തണം, 6 സമയം കണ്ടെത്തണം, 7 ക്രിസ്തു നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മളും പരസ്പരം സ്നേഹിക്കണം. ഇതൊക്കെയാണ് അന്ത്യവിധി കാലഘട്ടത്തിൽ, വിധിയുടെ സമയത്ത് നമുക്കൊക്കെ നമ്മുടെ അക്കൗണ്ടിൽ കയറുക. ഒരു കൈ വേദനിക്കുന്നവരുടെ മേലൊന്ന് നീട്ടാണെങ്കിൽ, നിന്റെ കണ്ണുകൾ കഷ്ടപ്പെടുന്ന മക്കളിലേക്കൊന്ന് ഓടിക്കുകയാണെങ്കിൽ, ചിലപ്പോൾ രോഗിയായിരിക്കാം, കിടപ്പ് രോഗിയായിരിക്കാം, തകർന്നു കിടക്കുന്നവരായിരിക്കാം, പാപത്തിൻ്റെ ബന്ധനത്തിൽ കിടക്കുന്നവരായിരിക്കാം. നിങ്ങൾക്കറിയാവും മോനെ മോളെ, നമുക്കറിയാമല്ലോ. എന്തിനറിയാമെന്ന് ചോദിക്കുന്നത്? പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു ദൈവദാസനോ ദൈവദാസിയോ ആരും ആയിക്കൊള്ളട്ടെ, മാർപ്പാപ്പയുടെ ഹൃദയത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവും നിന്റെ ഹൃദയത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവും ഒന്നാ, വ്യത്യാസമില്ല. ഹല്ലേലൂയ. ചില മക്കൾ പറയാറില്ലേ, നിങ്ങളോടും പറയാറില്ലേ, എടാ മോനെ, നിന്നോട് സംസാരിച്ചപ്പോൾ, അല്ലെ ബ്രദറെ കുറച്ചു നേരം സംസാരിച്ചു, അല്ല അച്ഛ കുറച്ചു നേരം സംസാരിച്ചപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു ആനന്ദം വരുന്നു. ആനന്ദം വരുന്നു. വരങ്ങൾ കിട്ടുന്നു. ഇന്ന് അങ്ങനെ ഉണ്ടായി. ഇന്നൊരു മകൻ പറഞ്ഞു, അങ്ങനെ വലിയൊരു കൊടുങ്കാറ്റ് വരുന്ന അനുഭവപ്പെട്ടത്. ഞാൻ അവനോട് പറഞ്ഞു, മകനെ നീ നല്ലൊരു ശുശ്രൂഷകനാവുമെന്ന്. ഹല്ലേലൂയ. അത് കണ്ടിട്ടാ പറയുന്നത്, അല്ലാതെ പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. അപ്പം സ്നേഹമുള്ളവരേ, നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ദൈവം നടത്തി തരുന്നെങ്കിൽ, നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അവർക്കൊരു മാറ്റം സംഭവിക്കുന്നെങ്കിൽ, ബന്ധനങ്ങളിലായിരിക്കുന്ന ആ മക്കൾക്ക് ആരും ആയിക്കൊള്ളട്ടെ, ആരോട് സംസാരിക്കുന്ന അവർക്ക് വിടുതൽ കിട്ടുന്നെങ്കിൽ നീ ആരാണ്? ഇതാണ് നാളെ മുതൽ നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്, നാളെ മുതൽ ചിന്തിക്കാൻ പോകുന്നത്. ഞാൻ ആരാണ്? ഞാൻ എവിടെ നിൽക്കുന്നു? അത് ആരും ആയിക്കൊള്ളട്ടെ, ഈ പ്രഘോഷിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഞാനും ആയിക്കൊള്ളട്ടെ. നമ്മൾ ആരും അത്ര ഉന്നതരൊന്നല്ല മക്കളെ, പക്ഷെ നമ്മൾ മറ്റൊരു ക്രിസ്തുവായി മാറിയിട്ടിരിക്കുന്നു. നീ പറയുമ്പോൾ മറ്റുള്ള മക്കളുടെ നിരാശകളെ, വേദനകൾ മാറുന്നു, അല്ലെങ്കിൽ പോകുന്നു. ഒരു ആശ്വാസം നീ സംസാരിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്നെങ്കിൽ, നീ സംസാരിക്കുമ്പോൾ രോഗസൗഖ്യം കിട്ടുന്നെങ്കിൽ, നീ പറയുമ്പോൾ ഒരു ആശ്വാസവാക്ക് പറയുമ്പോൾ അവർക്കൊരു പ്രത്യാശയോടെ പോകുന്നുണ്ടെങ്കിൽ, നീ ദൈവത്തിൻ്റെ പുത്രനാണ്, ആത്മാവിനാൽ നയിക്കുന്ന ഒരു മകനാണ്. ഹല്ലേലൂയ. അപ്പോൾ നാളെ ഈ ബുധനാഴ്ച നമ്മളെ തന്നെ മനസ്സിലാക്കേണ്ട ദിവസം, നമ്മളെ തന്നെ താഴ്ത്തി ജീവിക്കേണ്ട ദിവസം, ഒരു മാനസാന്തരം ഉണ്ടാവുന്ന കാലഘട്ടം. നിനവേലെ രാജാവ് പോലും പട്ടുവസ്ത്രം ഊരിക്കളഞ്ഞ് ചാക്കെടുത്ത് ചാരം പൂശിയ നാൾ. നമ്മളും അങ്ങനെ തന്നെ ആവാം. നമുക്കൊക്കെ നിരവധിയായ പ്രോബ്ലംസ് ഉണ്ട്. ഹല്ലേലൂയ. നമ്മളിങ്ങനെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഒരുപാട് അങ്ങനെ പോകും. അപ്പോൾ സ്നേഹമുള്ളവരെ, നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ നിരാശകൾ ഈ നൊയമ്പ് കാലഘട്ടത്തിൽ
ഈ തപസ് കാലഘട്ടത്തിൽ നമുക്കൊരു വേറെ ലെവലിലേക്ക് വരണം, കർത്താവിൻ്റെ മക്കളായി മാറണം. നമുക്ക് ഈ നിയോഗ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ 2 നിയോഗം സമർപ്പിക്കുന്നുണ്ട്. ഈ നൊയമ്പിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തുവാനായിട്ട് ഞാനൊരു ബൈബിൾ ഒരു പേജ് ബൈബിളിൽ, നല്ലൊരു ഡയറി ഞാൻ മേടിക്കും. ഒരു പേജ് ബൈബിളിൽ ഒരു പകുതിയെങ്കിലും ഞാൻ എഴുതും ഡയറിയിൽ എഴുതുവാൻ പോവുകയാണ് വചനങ്ങൾ. സാധിക്കുമെങ്കിൽ ഒരു പുതിയ നിയമം എഴുതാൻ നോക്കാം, നമുക്ക് പരിശ്രമിക്കാം. ബാക്കി ദൈവം നോക്കിക്കൊള്ളുന്നേ, ചെയ്താൽ മതി, വണ്ടി കീറിട്ടാൽ മതി, പൊക്കോളും ആള്. ഹല്ലേലൂയ. വേറെ ലെവലിലേക്ക് എത്തും. എന്താ കാരണം? ദൈവത്തിൻ്റെ യോഹന്നാൻ 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു. വചനം ധ്യാനിക്കുന്ന മക്കൾ, വചനം പ്രഘോഷിക്കുന്ന മക്കൾ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ ബന്ധനങ്ങൾ അഴിയുന്നു, ദൈവവചനത്തിൻ്റെ ശക്തിയാൽ രോഗസൗഖ്യം കിട്ടുന്നു, ദൈവവചനത്തിൻ്റെ ശക്തിയാൽ ഒരു ശിഷ്യനായി മാറുന്നു, ദൈവവചനത്തിൻ്റെ ശക്തിയാൽ പൈശാചിക പീഡകൾ മാറുന്നു. വചനത്തിൻ്റെ ശക്തി ആ വചനം ധ്യാനിക്കുമ്പോൾ, ആ വചനം പ്രഘോഷിക്കുമ്പോൾ, യെസ്, അവിടെ എന്താണ് വ്യത്യാസം ഉണ്ടാവുക? ഒരു അത്ഭുതം സംഭവിക്കും. നമ്മൾ വീണ്ടും പാവം ചെയ്യുന്നു, വീണ്ടും കുമ്പസാരിക്കുന്നതൊക്കെ വിഷമമില്ലേ? ഞാൻ പാവം ചെയ്തിട്ട്, ഞാൻ കുമ്പസാരിച്ചിട്ടും പാവം പോയോ എന്നൊക്കെ ചിന്തിക്കാറില്ലേ? സ്നേഹമുള്ളവരെ, ആ ചിന്ത വരുന്നത് ഒരു ദൈവകൃപയാണ്. അത് പരിശുദ്ധാത്മാവാ. എന്താ കാരണം? പരിശുദ്ധാത്മാവിനാൽ ചിന്തിക്കുന്നതുകൊണ്ടാ. അല്ലെങ്കിൽ ഇതൊരു കൂസലില്ലാതെ നടക്കും. അത് ദൈവത്താണോ? അല്ല, അത് ശത്രുവിൻ്റെ, പിശാചിൻ്റെ ഹെഡാണ്. അതൊക്കെ ഹെഡാണ്. പിടിച്ചു പറയാൻ, തല്ലിത്തല്ലുക, പ്രശ്നങ്ങൾ, പലതരത്തിലെ ശാത്താന്മാരുണ്ടല്ലോ. ഞാനത് പറഞ്ഞെങ്ങനെ പോകും മക്കളെ. 13-ാം തീയതി നൊയമ്പാണ്. നിങ്ങളെല്ലാവരും ധ്യാനത്തിലേക്ക് കടന്നു വരിക. 13-ാം തീയതി വ്യാഴാഴ്ച തുടങ്ങി ഞായറാഴ്ച 16-ാം തീയതി ധ്യാനം ഉച്ചയ്ക്ക് തീരും. നിങ്ങൾ ധ്യാനത്തിൽ വരെ. നൊയമ്പല്ലേ? തിരക്തഭിഷേകം, ശക്തമായിട്ട് തിരക്തഭിഷേകം ഉണ്ടാകും. തിരക്തഭിഷേക ധ്യാനമാണ്. അത്ഭുതം സംഭവിക്കട്ടെ. നിങ്ങൾ വരിക, പ്രാർത്ഥിക്കാൻ. ഈ ധ്യാനത്തിന് വരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കാതെ നിങ്ങൾക്ക് ഇവിടെ എത്താൻ സാധിക്കില്ല. പ്രാർത്ഥിച്ചാൽ മാത്രമേ എത്താൻ പറ്റുള്ളൂ. വന്നാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. വേറെ തരത്തിലേക്കാവും. എത്രയോ മക്കൾ തകർന്നു കിടക്കുന്നവരോട് വന്നതിന് ശേഷം വേറെ ലെവലിലേക്ക് എത്തണത് വിത്ത് പ്രയറും വേണം. ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, ഇവരുടെ പ്രത്യേക ആവശ്യം എന്താണോ അത് ഞങ്ങൾ സമർപ്പിക്കുന്നു. എന്തുമായിക്കൊള്ളട്ടെ, ഇത് കേട്ട് നിങ്ങൾ പ്രാർത്ഥിക്കും മക്കളെ. കർത്താവേ, വിവാഹപ്രായമായിട്ട് കല്യാണം നടക്കാത്തവരുണ്ട്, പ്രായം കഴിഞ്ഞ സഹോദരന്മാർക്ക് കല്യാണം നടക്കാത്തവരുണ്ട്. കർത്താവേ, നല്ല ഇണയെ തേടിയിട്ട് കിട്ടാത്തവരുണ്ട്. കല്യാണം വേണമെന്നുള്ള താല്പര്യം പോലും മക്കൾക്കില്ലാതെ പോകുന്നു. അവർക്ക് അതിൽ നിന്നൊരു ചേഞ്ച് അവർക്ക് കൊടുക്കണമേ, ഒരു മാറ്റം കൊടുക്കണമേ. കുടുംബങ്ങളുടെ സമാധാനം കൊടുക്കണമേ. വാഹനങ്ങളാൽ ഉപജീവനം നടത്തുന്ന ആ മക്കളുടെ വാഹനങ്ങളെ ആശീർവദിക്കണമേ. വർക്കിനെ അനുഗ്രഹിക്കണമേ. കർത്താവേ, വ്യാപാരം ചെയ്യാനായിട്ട് സ്ഥാപനങ്ങളിൽ തേടി കിടക്കുന്ന മക്കളുണ്ട്. അവർക്ക് നല്ലൊരു സ്ഥാപനം കൊടുത്ത് അനുഗ്രഹിക്കണമേ. നിലവിലുള്ള കൃഷിയിടങ്ങൾ, മത്സ്യബന്ധനങ്ങൾ, അവരുടെ വലകൾ, കർത്താവെ, എല്ലാം ആശ്രയിച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ. കടഭാരമുള്ള മക്കളുടെ എല്ലാ കടബാധ്യത മാറ്റണമേ കർത്താവേ. സമ്പത്തു നൽകണമേ ഈശോ, സമാധാനം നൽകണമേ. പഠിക്കേ, സ്നേഹത്തോട് പാടട്ടോ. സമ്പത്തു നൽകണമേ ഈശോ, സമാധാനം നൽകണമേ. വരങ്ങൾ നൽകണമേ ഈശോ, കൃപകൾ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.